നാനോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറുത്, മൈക്രോ നാനോ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ഒരു പ്ലാന്റഡ് ടാങ്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇത് എയറേഷൻ ഇല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല, ഫിൽട്രേഷനുണ്ട്. സമ്പ് ഫിൽട്രേഷൻ ഇതിൻ്റെ ഈ ടാങ്കിൻ്റെ കൂടെ വരുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം. പിന്നെ നമ്മൾ ആഫ്രിക്കൻ ഗ്രേയാങ് ഇരുന്ന് ബഹളം വെക്കുകയാണ്, ഭയങ്കര സംസാരമാണ്. അസ്സലാമു അലൈക്കും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എല്ലാ അറബിയിലാണ് പറയുന്നത്. പിന്നെ ഫോണിൻ്റെ സൗണ്ട് ഇന്നലെ മുതൽ ഇവിടുന്ന് ഫോണിൽ റിങ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്, അത് കേട്ട് പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഈ സ്റ്റോണും എല്ലാം വെച്ചിട്ട് ഉള്ള ഒരു ടാങ്കാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ എയറേഷനും ഇല്ല, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഇല്ലാത്ത രീതിയിൽ ചിലവ് കുറഞ്ഞ ടാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ടാങ്കിന് കുറച്ച് വില കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ആ ഒരു ടേം യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് നമ്മളിപ്പോൾ ഇപ്പം നോക്കാം. അപ്പോൾ നമ്മളതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു നാനോ ടാങ്കാണ്. ഇപ്പോൾ ഈ നാനോ ടാങ്ക് എന്ന് പറയാൻ കാരണം ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു 10 ഇഞ്ച് ഇതിൻ്റെ സൈസുള്ളൂ. ഒരു 10 ഇഞ്ച് സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. 10 ഇഞ്ച് സ്ക്വയറായിട്ട് സ്ക്വയറല്ല, ഒരു ക്യൂബായിട്ടുള്ള ഒരു ടാങ്കാണിത്. ക്യൂബ് എന്ന് പറയാൻ പറ്റില്ല, 12 ഇഞ്ചുണ്ട് ഹൈറ്റ്, അതായത് ഒരടിയോളം ഹൈറ്റുണ്ട്. എന്നാൽ 10 ഇഞ്ച് ഇൻറ്റു 10 ഇഞ്ചാണ് ഇതിൻ്റെ വീതിയും നീളവും. അപ്പോൾ ഇതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു നാനോ ടാങ്ക്. ഈ നാനോ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ചൊരു ബെനിഫിറ്റ്സൊക്കെ ഉണ്ട്. ഇതിനകത്ത് സമ്പ് ഫിൽട്രേഷൻ സിസ്റ്റം ഇതിനകത്ത് തന്നെ ബിൽറ്റിനായിട്ട് വരുന്നുണ്ട്. ഉണ്ടല്ലേ, വാട്ടർ ഇതുവഴി എൻ്റർ ആവുന്നു, ഇത് മീഡിയ വഴി കയറി ഇറങ്ങി ഇവിടെ ഇതുവഴി വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യും. ഇതൊരു ചെറിയ പമ്പാണ്, ഇവിടെ കാണിച്ചു തരാം. ഇതൊരു ഹീറ്ററുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു പമ്പ് ഉണ്ട്, ഇതൊരു സബ്മേഴ്സിബിൾ പമ്പാണ്. ഈ പമ്പ് വെള്ളം, ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഇതിലേക്ക് തിരിച്ച് നമ്മുടെ ടാങ്കിലേക്ക് വരും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു നാനോ ടാങ്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ആമസോണിയ സോയിലാണ്. കണ്ടില്ലേ, അക്വ ആമസോണിയ സോയിൽ. ആമസോണിയ സോയിലിൻ്റെ വെർഷൻ 2 ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ADA ആമസോൺ സോയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ട് ഇത്രയും സോയിലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജ്വൽ അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്യാൻ ഇത് വേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. അതുപോലെ കുറച്ച് പോറസ് റോക്സ്, നമ്മൾ 2 പോറസ് റോക്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഇതല്ല, പക്ഷേ തൽക്കാലത്തേക്ക് നമ്മൾ ഈ LED ലൈറ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിനാവശ്യമുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ടാങ്ക് സെറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് തുടങ്ങുന്നത്. തൽക്കാലം നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, try to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby have a taste. All the highs and the lows. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഹാർഡ്സ്കേപ്പിന് വേണ്ടി 2 പോറസ് റോക്ക് സെറ്റ് ചെയ്തു. എന്നിട്ട് ആമസോണിയ വെർഷൻ 2 സോയിൽ നമ്മളിപ്പോൾ അത് പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഡ്രിഫ്റ്റ് വുഡ് 1-2 പീസോ വെക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഡ്രിഫ്റ്റ് വുഡ് അധികം വലിയതോ അല്ലെങ്കിൽ എണ്ണം കൂടുതലോ വെക്കരുത്, കാരണം നമ്മളുടെ നാനോ ടാങ്കാണ്, കൂടുതൽ ക്രൗഡഡായി തോന്നരുത്. Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to. നമ്മൾ ഈ നാനോ ടാങ്കിലേക്ക് എപ്പോഴും ചെറിയ പ്ലാന്റ്സ് നോക്കി സെലക്ട് ചെയ്യാം. നമ്മൾ കണ്ടില്ല, ഇപ്പോൾ അനുബിയാസിൻ്റെ ഒരു വളരെ ചെറിയൊരു സക്കറാണ് എടുത്തിരിക്കുന്നത്.
അതുപോലെ എല്ലാ പ്ലാന്റ്സും ട്രിമ്മിങ്സും അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം എടുക്കുക. വലിയ പ്ലാന്റ്സ് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാതെ ശ്രദ്ധിക്കണം. കാരണം ഇതിപ്പോൾ ഒരു 2 വീക്സിനകത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് വളർന്നു വരുമ്പോൾ നമ്മൾ വലിയ പ്ലാന്റ്സാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതൊരു അരോചകമായിട്ട് വരും. ഇപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഡ്രിഫ്റ്റ് വുഡിൽ ഒട്ടിക്കാനാണ് പോകുന്നത്. അതിൻ്റെ പെൻഡൻ്റ് ആയിട്ടുള്ള റൂട്ട് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ, പക്ഷേ റോക്ക് പൂള് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ ഡ്രിഫ്റ്റ് വുഡിലേക്ക് പേസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ഈ ഗ്ലൂ ആണ് നമ്മൾ ഈ പ്ലാന്റ്സിനെ ഡ്രിഫ്റ്റ് വുഡിൽ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സയനോ അക്രിലേറ്റ് അഡ്ഹസീവ്, അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ അഡ്ഹസീവ് വെച്ചിട്ടാണ് നമ്മളിത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളിത് പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഓപ്പൺ ചെയ്യണം. അതുകൊണ്ട് തന്നെ പ്രീസ് ചെയ്താൽ ഇത് ഓപ്പൺ ആവും. ഓക്കെ, ഓപ്പണായി. അപ്പോൾ ഇതിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ചില സമയത്ത് ഇത് ശരിക്കും നിൽക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ടെങ്കീസ് കയറോ അത് വെച്ച് കെട്ടിക്കൊടുക്കുന്നതും നല്ലതാണ് എന്ന് വേണേൽ പറയാം. നമ്മളിതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത് മോസസും കൂടെ അതേപോലെ നമുക്ക് അറ്റാച്ച് ചെയ്യാം. Watch your blue eyes fade to gray as you fade away. As you fade away. As you fade away. Like nothing I felt, my mind